പ്രകൃതിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ എന്തൊക്കെ ഭംഗിയുള്ള കാഴ്ചകളാണല്ലേ. അതുപോലെ ഒരു ചെടിയാണ്. ഇത് ഫേൺ വർഗത്തിൽപ്പെട്ടതാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. അത് കഴിഞ്ഞ് രാവിലത്തെ എഴുന്നേറ്റ് വന്ന അടുക്കള ഭാഗത്ത് നോക്കുമ്പോൾ ഒരു കിളിയും കുറെ കിളികൾ ഇങ്ങനെ പറന്നു പോകുന്നതും ഒച്ചയും കലവിലെയും ബഹളമൊക്കെ കാണണം. നല്ല രസമായിരുന്നു കേട്ടാ. പിന്നെ ഞാൻ വന്ന് രാവിലെ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്കൂളിലെ ദിവസമാണ്, ഒരു വെള്ളിയാഴ്ച ദിവസമാണേ. പിന്നെ അപ്പൊ രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചോറും കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ ചോറും പ്രത്യേകിച്ച് കറിക്കൊന്നും ഇല്ല. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇച്ചിരി ഉണക്ക ചെമ്മീനും ഉണ്ട്. അപ്പൊ ഈ ഉരുളക്കിഴങ്ങ് വറുത്തിട്ട് ഉണക്ക ചെമ്മീൻ കുറച്ച് തേങ്ങ ചമ്മന്തി അരച്ചിട്ട് കൊണ്ടുപോകാന്ന് കരുതിയിട്ടാ. അപ്പൊ പിന്നെ അതിനുള്ള തയ്യാറെടുപ്പാണ് രാവിലെ തന്നെ. അപ്പം ഏട്ടനും ഉണ്ട്, കൊണ്ടുപോകണം ചോറ്, മക്കൾക്കും കൊണ്ടുപോകണം. എന്തായാലും പറഞ്ഞു അതൊക്കെ മതി അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ശരി ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ പിന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടാ. അപ്പൊ ചോറ് നമ്മൾ വെക്കുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ തന്നെ ഇത്തിരി പരിപ്പും കൂടി ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചുമ്മാ എടുത്ത് വെച്ചാണ്, പക്ഷേ ഞാൻ അത് കാച്ചിട്ടില്ല. രാത്രിക്ക് എടുക്കാന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ചിട്ട്. പിന്നെ ഉണക്ക ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണക്കച്ചമ്മീൻ ചമ്മന്തിക്ക് തേങ്ങയും വറ്റൽമുളകും ചെറിയുള്ളിയും ഒക്കെ നമ്മളൊന്ന് നല്ലോണം ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളെ ചെമ്മീനിലും കൂടി ചൂടാക്കിയത് ഇതിനകത്തിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് അരച്ചാൽ മതി. ഇത്തിരി പുളി ഞാൻ ചേർത്തിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയിൽ പുളി ചേർക്കാന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. അറിയുന്നവർ കമന്റ് ചെയ്തോളൂ. ഇട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. പിന്നെ രാവിലെ തന്നെ നല്ല വെയിലും നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടാ. മഴയും വെയിലും കുഞ്ഞു കുറുക്കന്റെ കല്യാണം എന്ന് പണ്ട് നമ്മൾ പഠിച്ചത് ഓർത്തുപോയി. അപ്പം നല്ലൊരു അന്തരീക്ഷമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഇന്ന് രാവിലെ. പിന്നെ കറിക്ക് പ്രത്യേകിച്ചൊന്നും ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, ആ ഒരു വിഷമത്തിലായിരുന്നു. ഞാൻ ഉണക്കച്ചെമ്മീനൊക്കെ കൊണ്ടുപോകണ്ടേ, പക്ഷെ കുട്ടികൾക്കും എല്ലാവർക്കും അതും മതി. അപ്പൊ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ അങ്ങ് കരുതി. അപ്പൊ പരിപ്പ് കാച്ചാനുള്ള ഉള്ളിയൊക്കെ മുറിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ഇന്ന് കറി കാച്ചിട്ടില്ല, രാത്രിയൊക്കെ കാച്ചാന്ന് വിചാരിച്ചു കേട്ടാ. കുത്തി കാച്ചിട്ട് വെക്കുമല്ലോ അത്. പിന്നെ ഇതെന്ന് വെച്ചാൽ എൻ്റെ മിക്സി കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വലിയ കാര്യത്തിൽ മിക്സിന്റെ ജാറിൽ തേങ്ങ അരക്കാൻ പറ്റുന്ന വെച്ചിട്ട് ഉണക്കച്ചെമ്മീനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടിച്ചു കാണും, പക്ഷെ ശരിയായില്ല. അങ്ങനെ ഏട്ടൻ വെയിറ്റ് ചെയ്തും വലിയമ്മയുടെ അടുത്ത് പോയിട്ട് മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ചമ്മന്തിയും കഞ്ഞിയാണ് രാവിലെ തന്നെ. അപ്പൊ എല്ലാവരും കുടിക്കുന്നുണ്ടപ്പോ ഞാനും കൂടി കുടിച്ചു കഞ്ഞി രാവിലെ തന്നെ. കാരണം ചൂട് കഞ്ഞിയും ചമ്മന്തി കുടിക്കാനല്ലേ ടേസ്റ്റ്. ഇവരൊക്കെ പോയിട്ട് ഒരു കഴിക്കുമ്പോൾ ഒരു നേരമാവും, പിന്നെ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാനും ഇരുന്ന് കുടിച്ചു കേട്ടോ രാവിലെ തന്നെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏട്ടൻ പോവാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. മോനും എല്ലാവരും പോകാൻ വേണ്ടി റെഡിയാണ്. അപ്പൊ അച്ചുവിനെ അവിടെ ഏട്ടൻ ബസ് കയറ്റാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തത് അമ്മൂന് വായനാ ദിനത്തിന് പോസ്റ്റർ തയ്യാറാക്കിയിട്ടില്ലല്ലോ എന്ന്. പിന്നെ അവൻ 8:30 പോയതിനു ശേഷം ഞാൻ അതൊന്ന് വേഗം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും സ്കൂളിൽ പറഞ്ഞ ശേഷം ഞാൻ നല്ല മഴയൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് കിടന്നുറങ്ങി. പിന്നെ എഴുന്നേൽക്കുന്നത് കുട്ടികൾ വരാനാവുന്ന സമയത്തായിരുന്നു കേട്ടോ. രാവിലത്തെ പരിപ്പുണ്ടല്ലോ, അപ്പൊ അത് മതി ഇന്ന്. 2 ഉണക്കമീനും വെറുതെ രാത്രിത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ 3:30 വരെ ഞാൻ കിടന്നുറങ്ങിയതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് മക്കളെല്ലാം റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏട്ടൻ കുറച്ച് മാങ്ങ ഉണ്ടാകുന്ന അച്ചാറിന് വേണ്ടിയിട്ട് ആള് തന്നെ അരിഞ്ഞോട്ടാ. കാരണം എനിക്ക് 2 ദിവസം നല്ല വയറുവേദനന്റെ പ്രശ്നമുണ്ട്, നടുവേദനയൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ മോനൊരു മോത്തിന് കിട്ടി, അതിന് ഇങ്ങനെ കളിക്കായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞിട്ട് അതിനെ പുറത്ത് പറപ്പിച്ച് വിട്ടുട്ടാ. പിന്നെ ഇതാണ് ഇവിടുത്തെ സ്ഥിരം പണി, AC ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കും. പിന്നെ ഇത് അടുത്ത ദിവസമാണ് സാറ്റർഡേ. ഒരു 3 ദിവസത്തേക്കുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത് കേട്ടാ. അപ്പൊ ശനിയാഴ്ചയിൽ ഇപ്പൊ രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നു. ഇഡ്ഡലി ഉണ്ടാക്കി, മാവാണെങ്കിൽ പൊന്തി ഉണ്ടായിരുന്നില്ല, പക്ഷെ കുഴപ്പമില്ലാതെ കിട്ടി. പിന്നെ കുറച്ച് സാമ്പാറും ഇത്തിരി ചട്നിയും കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടാ. സാമ്പാർ നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമുക്കത് ചോറിനും കൂടി എടുക്കാലോ. പിന്നെ എല്ലാവരും അതൊക്കെ കഴിച്ചു. ശനിയാഴ്ച ആണല്ലോ. രാവിലെ തന്നെ കുട്ടികളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ അവര് കുറച്ചു നേരം കഴിഞ്ഞ് ഇഡ്ഡലിയൊക്കെ കഴിച്ചതിന് ശേഷം കുറേ നേരം കഴിഞ്ഞ് നമ്മുടെ മാങ്ങ ഉപ്പുമുളകൊക്കെ തേച്ച് തിന്നുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണിത്, ബർഗറും പിന്നെ ഹോട്ട് ഡോഗ് പോലത്തെ ഒരു സാധനം, എന്താണെന്ന് എനിക്ക് അറിയില്ല അതും. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. കാരണം ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു ദിവസങ്ങളിൽ ഈ 3 ദിവസങ്ങളിലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് മാത്രം എടുത്തു. ഇപ്പൊ രാവിലത്തെ ഞങ്ങൾ കാപ്പി കുടിക്കാനാണ് പുറത്ത് നിന്നിട്ട്, അതാണ് ഞാൻ എടുത്തത്. 3 ദിവസം അമ്മയ്ക്ക് പനിയൊക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ ആകെ എന്താ പറയാ, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഞായറാഴ്ച ദിവസം രാവിലെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏട്ടനും അമ്മേനെയും കൊണ്ട് കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഡോക്ടറെ അടുത്ത്. ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് ദോശയും സാമ്പാറും, പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കൊടുത്തു. ഞാനും കഴിച്ചു. എനിക്ക് ദോശയും ചിക്കനും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. ഞാൻ റൂമിൽ വന്നിരുന്നാണേ കഴിക്കുന്നത്. ഒന്നുമല്ല, മോൻ അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ അവന്റെ കൂടെ വന്നിരുന്ന് കഴിച്ചെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴുകി, കരണ്ടൊക്കെ പോയി, അതാണ് ഈ വെളിച്ചില്ലായ്മ കാണുന്നത് കേട്ടോ. അപ്പം കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ള രാവിലത്തെ എല്ലാം കഴിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇന്നാകെ ഒരു മൂടിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നു, മൂഡ് ഔട്ട് ആയിരുന്നു, പനിയൊക്കെ ആയിരുന്നു. അപ്പൊ ഏട്ടന് അങ്ങോട്ട് അമ്മേനെ കൊണ്ടുപോയി. അപ്പം എന്താണാവോ, കുറെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ വിളിച്ചിട്ടില്ല, ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ വൈകുന്നേരം അല്ല, ഉച്ചക്കത്തേക്കുള്ള ചോറിന് കറിയൊക്കെ വെക്കണമല്ലോ. അപ്പൊ മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മീന് നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മീൻ നന്നാക്കിയതും
തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറി വെക്കണം. അപ്പോൾ ഇതിനൊക്കെയാണ്. അപ്പോൾ തേങ്ങ ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവസാനം നമുക്ക് നമ്മുടെ കറീൻ്റെ പണി നോക്കാം. തേങ്ങ എല്ലാം ചിരകി പാലെടുത്തതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കാൻ നിന്നു. അപ്പോൾ കുറച്ച് കറി ഉണ്ടാക്കിയത് ചീനച്ചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ മീൻകറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മീൻ വറുക്കാനുണ്ടായിരുന്നു. അത് നമ്മുടെ ആളെണ്ണത്തിന് ഒരാൾക്ക് ഒരെണ്ണം എന്നുള്ള രീതിയിൽ വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ പരിപാടികൾ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം കറിയായി വരുമ്പോഴത്തേക്ക് 12:30 കഴിഞ്ഞിരുന്നു. കറിയായപ്പോഴത്തേക്ക് മക്കൾക്ക് വിശന്നു തുടങ്ങി. അതിൻ്റെ ഇടയിൽ അവർ ഓരോ അനാറ് കഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ കഴിച്ചു രണ്ടാളും. ഒരാൾ ചീനച്ചട്ടിയിലാണ് കഴിക്കുന്നത്, മീൻ പൊരിച്ച ചട്ടിയിൽ ചോറ് വേണമെന്ന് പറഞ്ഞിട്ട്. ഒരാൾ ഇന്ന് ചട്ടിയിൽ കഴിച്ചാൽ നാളെ വേറൊരാൾ കഴിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം മോന് നാളെ പരീക്ഷയിലുണ്ട് പഠിക്കാനിരുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.